ഞങ്ങൾ പോയ പല സ്ഥലത്തും സിറ്റിംഗ് MLA-മാർക്കൊരു പ്രാധാന്യമുണ്ട്, അവർ നല്ലത് ചെയ്തിട്ടുണ്ടെങ്കിൽ. അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. നന്നായി വർക്ക് ചെയ്യുന്ന MLA-മാരുണ്ട്, അവരോട് ജനങ്ങൾക്ക് പ്രതിബദ്ധതയുണ്ട്, രാഷ്ട്രീയത്തിൽ അത്. വേറൊന്ന്, ഞാൻ അരൂര് പോയി. അരൂര് ചെന്നപ്പോൾ അവിടെ ഒരു മീറ്റിങ്ങിന് ചെന്നപ്പോൾ അവർ സാറേ ഈ പാലം ഉണ്ടല്ലോ, ആകാശപ്പാലം, ഇത് കൊണ്ടുവന്നത് പിണറായി വിജയനാണ്, വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ പാലം പണി നടക്കത്തില്ല എന്ന് അവിടെ ഉണ്ടായ സ്ത്രീകൾ ഉൾപ്പെടെ പറയുക. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ ചാനൽ ചർച്ചകളിലൂടെ സോഷ്യൽ മീഡിയയിലൂടെ പലതും പറയുന്നുണ്ടെങ്കിലും അതൊന്നും വ്യത്യസ്തമായൊരു പാലം അവർ കൊണ്ടുവന്നതല്ല, പാലം ഞങ്ങൾ കൊണ്ടുവന്നതാണ്. മാത്രമല്ല ഇവിടെ രണ്ടത്താണി പറഞ്ഞ കാര്യത്തില് എനിക്കൊരു അഭിപ്രായമുള്ളത്, അദ്ദേഹം പറഞ്ഞു ഐക്യജനാധിപത്യ മുന്നണി മലപ്പുറം ജില്ല തൂത്തുവാരും എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് വലിയ മുന്നേറ്റം ഉണ്ടാക്കും, പലരും അട്ടിമറിക്കും എന്ന് പറഞ്ഞു. ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കഴിവല്ല, അത് അവിടുത്തെ സംഘടിത മുസ്ലിം വോട്ട് ബാങ്കിന്റെ കഴിവാണ്. ആ മുസ്ലിം വോട്ട് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, മുസ്ലിം ലീഗ് ഇല്ല, SDP ഇല്ല, ജമാഅത്തെ ഇസ്ലാമി ഇല്ല, എല്ലാം കൂടെ ഒന്നിച്ചാണ്. അപ്പൊ ആ ഒരു വോട്ട് ബാങ്കിന്റെ ബലത്തിൽ കയറി ഇവിടെ LDF-നോ UDF-നോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അതിന് രാഷ്ട്രീയമല്ല, അതിനപ്പുറം ചില കാര്യങ്ങൾ ഓരോ കാലത്തെ അവരെ ഒന്നിപ്പിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കൊടുക്കാറുണ്ടല്ലോ. ബഹുമാനപ്പെട്ട സൂര്യകുമാറിനായിട്ട് ബന്ധപ്പെട്ട് പറയാം, ഈ BJP ഇലക്ഷൻ ചെയ്തിരിക്കുന്ന ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ഇടപെടൽ എന്താ അറിയാമോ? ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ മതവൽക്കരിക്കുക എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഗുരുവായൂരിലെ സ്ഥാനാർത്ഥി ഗുരുവായൂരിൽ എന്തുകൊണ്ടൊരു ഹിന്ദു MLA ഉണ്ടായില്ല എന്ന് അത് സത്യമല്ലേ? അത് ശരിയായ ചോദ്യം. വാസ്തവത്തിൽ നമ്മുടെ ഇന്ത്യയെ ഞെട്ടിപ്പിച്ചൊരു ചോദ്യമാണ്. നമ്മുടെ ഇന്ത്യയിൽ, കേരളത്തിൽ പ്രത്യേകിച്ച് വോട്ടർമാരില്ല, വോട്ടർമാർക്ക് മതമില്ല, മത അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ നിയമമില്ല. അങ്ങനെ ചോദിച്ച ആളെ അറസ്റ്റ് ചെയ്യാൻ പോലും അധികാരമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഒരു മതരാഷ്ട്രമല്ല. ഇവർ ചെയ്യുന്ന എന്താണ്? ഇപ്പൊ രണ്ടത്താണിയോട്ട് എനിക്ക് വിയോജിപ്പുണ്ട്. അവിടെയുള്ള ജനങ്ങൾ മുഴുവൻ മുസ്ലിംസ് ആണെന്നാണ് വിചാരിക്കുന്നത്. മുസ്ലിംസ് എന്ന നിലയിൽ എല്ലാവരും മുസ്ലിംസിന് സ്ഥാനാർത്ഥി വോട്ട് ചെയ്യുന്നവരാണെന്നാണ് വിചാരിക്കുന്നത്. മലപ്പുറത്തിന്റെ പല സ്ഥലങ്ങളിലും ഹിന്ദു വിജയിക്കുന്നു. അപ്പോ ഞാൻ പറയുന്നത്, നമ്മുടെ ഈ ചർച്ചയിൽ മതത്തെ കൊണ്ടുവന്ന് ഇലക്ഷനിൽ മതപരമായ വേർതിരിവുണ്ടാക്കാൻ ഇവർ ശ്രമിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവർ പണം ചെലവഴിച്ച് ആളുകളെ പിടിക്കാൻ ശ്രമിക്കുന്നു. നമുക്ക് നമ്മുടെ മുമ്പിൽ ഉദാഹരണങ്ങളുണ്ട്. മതം, ജാതി, പണം, അധികാരം ഇതെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കുന്ന പരീക്ഷണം BJP കേരളത്തിൽ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ പിൻബലത്തിലാണ് നിങ്ങൾ ഈ കേരളത്തിൽ എത്ര വിഷം കലർത്താൻ ശ്രമിക്കുന്നു? വിഷങ്ങൾ ഞങ്ങളെ 0 ആയിരിക്കും.